എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. സോ ഇംഗ്ലീഷിലെ USS എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇന്ന് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. എടാ അപ്പോൾ ലെറ്റ്സ് വർക്ക് ടുഗെദർ ആൻഡ് ക്രാക്ക് USS. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യടാ, ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്തായാലും എക്സാമിന് വരുന്ന ഒരു ടോപ്പിക്കാണ്. അതിനി നിങ്ങൾ മറക്കാത്ത രീതിയിൽ മിസ് ഇന്ന് എന്ത് ചെയ്യും, സെറ്റ് ആക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ ടോപ്പിക്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ സിൻസ് അല്ലെങ്കിൽ ഫോർ? ഇത് രണ്ടും എന്താ? സിൻസ്, ഫോർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഒരു പ്രിപ്പസിഷനായിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ, റീസൺ കാണിക്കാൻ വേണ്ടിയിട്ട്. സിൻസ് കേട്ടിട്ടുണ്ടോ? ചാൻസസ് ഉണ്ട്, എവിടേക്കോ കേട്ട് വായിച്ചതുപോലെ ഉണ്ട്. പക്ഷെ ഇത് രണ്ടും, ഈ ഫോറും സിൻസും ഇവിടെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഫോറും സിൻസും തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലേ? ഇവിടെ ടൈം സൂചിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ടൈം സൂചിപ്പിക്കാൻ, വേറെ കളർ എടുക്കുക, ടൈം സൂചിപ്പിക്കാനാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സിൻസും ഫോറും യൂസ് ചെയ്യുന്നത്. പക്ഷേ സിൻസ് യൂസ് ചെയ്യുന്നത് പെർട്ടിക്കുലർ ഒരു ടൈപ്പിലാണ് ആൻഡ് ഫോർ യൂസ് ചെയ്യുന്നത് വേറൊരു ടൈപ്പിലാണ്. സോ ഇത് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സിൻസ് നമ്മൾ എവിടെ യൂസ് ചെയ്യുക? സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം അല്ലേ. അപ്പോൾ നമ്മൾ പറയാണ്, ഇപ്പോൾ ഒരാൾ വർക്ക് ചെയ്യാണ് അല്ലേ. ഇപ്പം മിസ് ഇവിടെ പറയാണ്, ദീക്ഷിത് ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ ഓഫീസ് സിൻസ് 2012. 2012 തൊട്ട്, ഓക്കെ, ആ ഒരു സമയം തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ദീക്ഷിത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് 10 മണി തൊട്ട് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഓഫ് ടൈം, ആ സമയം തൊട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2012 തൊട്ട്, ഓക്കെ, ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണല്ലേ, ടൈമിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. പിന്നെ 10 മണി തൊട്ട് അല്ലെങ്കിൽ 12 മണി തൊട്ട് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, സിൻസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ടൈം ഒരു സ്പെസിഫിക് പോയിന്റിലാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ടൈം ആയിക്കോട്ടെ, ഇയർ ആയിക്കോട്ടെ, എന്തായാലും ഓക്കെ. സോ ഒരു സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം ആണെങ്കിലാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ. ദീക്ഷിത് ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ ഓഫീസ് സിൻസ് 2012. 2012 തൊട്ട് വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. 10 മണി തൊട്ട് പഠിക്കുകയാണ് എന്ന് വെച്ചാൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. റെഡി? അങ്ങനെയാണെങ്കിൽ ഫോർ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? ഫോർ നമ്മൾ യൂസ് ചെയ്യുക ഡ്യൂറേഷൻ ഓഫ് ടൈം കാണിക്കാനാണ്. എക്സാമ്പിൾ നോക്കിക്കേ, ദീക്ഷിത് ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ ഓഫീസ് ഫോർ 8 years. 8 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു 2008 തൊട്ടിട്ട് എന്നല്ല, ആ ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം കാണിക്കുന്നില്ല, 8 years കണ്ടിന്യൂസ്ലി ആ ഒരു ഡ്യൂറേഷൻ ആണ് കാണിക്കുന്നത്. ഇവിടെ നോക്കിയേ, 3 മണിക്കൂറായിട്ട് എന്ത് ചെയ്യാണ്, ഏഞ്ചൽ പഠിക്കുകയാണ്. സോ ആ ഒരു ഡ്യൂറേഷൻ, ഇപ്പൊ 2012 തൊട്ട് 2020 വരെയാണ് 8 years അല്ലേ എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു 8 വർഷത്തെ ഡ്യൂറേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ 10 മണി തൊട്ട് 12 മണി ആണെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ, ആ ഒരു 3 hours ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, സ്പെസിഫൈ ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഫോർ യൂസ് ചെയ്യുക. അപ്പൊ സിൻസും ഫോറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? അപ്പോൾ ഒരു സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, സിൻസ് യൂസ് ചെയ്യും. സിൻസ് 2012, സിൻസ് എന്ത് പറയാം, 10 AM എന്നൊക്കെ പറയാം. ഇനി നമ്മൾ ആ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ആണെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, ഫോർ 3 hours അല്ലെങ്കിൽ ഫോർ 3 years എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. ഷീ ഹാസ് ബീൻ വർക്കിംഗ് അറ്റ് എ കമ്പനി 5 years. 5 years ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, 5 വർഷമായിട്ട്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഡ്യൂറേഷൻ അല്ലേ. അപ്പൊ അവിടെ ഏതാ യൂസ് ചെയ്യേണ്ടത്, ഫോർ അല്ലെങ്കിൽ ഫോർ ആണോ അതോ ഏതാ യൂസ് ചെയ്യാ, സിൻസ് ആണോ? ഫോർ ആണല്ലേ, 4-5 years എന്നാണ് നമ്മൾ പറയാം. ഇനി അടുത്ത നോക്കിക്കേ, ദേ ഹാവ് ലിവ്ഡ് ഇൻ ദ നെയ്ബർഹുഡ് 2010 തൊട്ട് അയൽവക്കത്താണ് ജീവിക്കുന്നത്. ഓക്കെ, അല്ലാതെ 10 വർഷമായിട്ട് എന്നല്ല പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ സിൻസ് ആണോ ഫോർ ആണോ യൂസ് ചെയ്യുക, സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യണം, സിൻസ് 2010 എന്ന് പറയണം. ഇനി അടുത്ത നോക്കിക്കേ, ഹി ഹാസ് ബീൻ എ ടീച്ചർ ഡാഷ് ഓവർ 20 years. എന്താണല്ലോ, 20 years ആയിട്ട് ഡ്യൂറേഷൻ. അപ്പൊ ഫോർ 20 years. റെഡി? സോ വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഡാഷ് ഹാഫ് ആൻ അവർ. അരമണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുക. അരമണിക്കൂർ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഡ്യൂറേഷൻ ആണ്. അപ്പൊ ഫോർ ഹാഫ് ആൻ അവർ എന്നുള്ളതാണ് കറക്റ്റ്. ആൻഡ് ഐ ഹാവ് ബീൻ ലേണിംഗ് സ്പാനിഷ് ഡാഷ് ലാസ്റ്റ് സമ്മർ. അപ്പൊ ഞാൻ ലാസ്റ്റ് സമ്മർ, ആ ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം ആണ് അല്ലേ, ആ പഴയ ആ ഒരു കഴിഞ്ഞ വേനൽക്കാലം തൊട്ട് ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ അവിടെ ഏതാ യൂസ് ചെയ്യുക, സിൻസ് ആണ്
യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫോറും സിൻസും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുണ്ടത് എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള USSന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഈ സിൻസോ ഫോറോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും കാണുന്നതാണ്. സോ നമുക്ക് PYQസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐ ഹാവ് നോൺ ഹർ ഡാഷ് ചൈൽഡ്ഹുഡ് ആൻഡ് വി ഹാവ് ബീൻ ഫ്രണ്ട്സ്. ഐ ഹാവ് നോൺ ഹർ ചൈൽഡ്ഹുഡ് തൊട്ട്, കുട്ടിക്കാലം തൊട്ട് അറിയാമെന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരണം? സിൻസ് വരണം. ഓക്കെ, ആൻഡ് വി ഹാവ് ബീൻ ഫ്രണ്ട്സ് ഡാഷ് 5 years. 5 വർഷമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറയുമ്പോഴോ for 5 years എന്ന് വരണം. അപ്പൊ എന്താണ് ആൻസർ വരിക? സിൻസും ഫോറും ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക. അപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ, രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടും ചോദിക്കാം. ഇനി അടുത്തത് നോക്കിക്കേ. അടുത്തത് നമുക്ക് നോക്കാം. ഐ ഹാവ് ബീൻ സെർച്ചിങ് ഡാഷ് എ ജോബ് ഡാഷ് 2000. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സിൻസ് വരണം എന്നറിയാം അല്ലേ? സിൻസ് 2000 ആണ് ആ ഒരു ഇയർ തന്നിട്ടുള്ള സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം. അപ്പൊ രണ്ടാമത് സിൻസ് വരണം. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത് സിൻസ് വരുന്നത് അതേ ഉള്ളൂ. അപ്പോൾ ഞാൻ സെർച്ചിങ് ഒരു ജോബിന് വേണ്ടി സെർച്ച് ചെയ്യുന്നു. ഇവിടെ ഫോർ എന്തായിട്ടോ ഒരു പ്രൊപ്പസിഷൻ ആയിട്ടാണ് കേട്ടോ, അല്ലാതെ ടൈമിന് അല്ല ഇവിടെ എന്ത് ചെയ്യുന്നത് മീൻ ചെയ്യുന്നത്, ഒരു ജോബിന് വേണ്ടി എന്നുള്ള മീനാണ്. സോ ഐ ഹാവ് ബീൻ സെർച്ചിങ് ഫോർ എ ജോബ് സിൻസ് 2000 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദേ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇൻ ദ സെയിം സ്കൂൾ 2010. 2010 തൊട്ട് സെയിം സ്കൂളിലാണ്. അപ്പൊ ഏതാ വരാ? സിൻസ് ആണോ, ഫോർ ആണോ, ഓൺ ആണോ, ബൈ ആണോ? സിൻസ് 2010 എന്നുള്ളതാണ് എന്ത് വരാ? കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലേ? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിൻസ് ഫോർ അല്ലെ, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ട്സ് ഒക്കെ കിട്ടുന്നതാണ്. സോ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബാച്ച് കേട്ടോ, USSന്റെ ബാച്ചും നമുക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിലും നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് അതിൽ ക്ലാസ്സസ് ഒക്കെ ഓൺഗോയിങ് ആണ്. എല്ലാ ക്ലാസ്സസും എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ആരും അതെന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ബൈ, സീ യു, ലവ് യു ഓൾ ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ബൈ.